മജ്ജിം നികായ 2 സബ്ബാസവ സൂക്തം. ആസവം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കളങ്കം എന്നാണ് അർത്ഥം. ആസവം 3 തരത്തിലുണ്ട്: കാമാസവം, ഭവാസവം, അവിദ്യാസവം. കാമാസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി നമ്മൾ വെളിയിലുള്ള വസ്തുക്കളെ ആസ്വദിക്കുന്ന സമയത്ത് അത് കാമാസവം ആയിട്ട് തീരും. ഭവാസവം എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും ജനനം വേണം എന്ന് പറയുന്ന അവസ്ഥ. അതേപോലെ തന്നെ അവിദ്യാസവം എന്ന് പറയുന്ന സമയത്ത് എല്ലാ സമയത്തും നമ്മുടെ ഉള്ളിൽ അവിദ്യയുണ്ട്, അജ്ഞാനമുണ്ട്. അതും ഒരു കളങ്കമാണ്, ഇതിനെ നീക്കം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഉള്ളിലെ ആസവങ്ങളെ അല്ലെങ്കിൽ കളങ്കങ്ങളെ നീക്കം ചെയ്യാൻ പലതരത്തിലുള്ള സാധനകൾ ഭഗവാൻ ബുദ്ധൻ പറയുന്നുണ്ട്. ചില ആസവങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പോകും. ചില ആസവങ്ങളെ നമ്മൾ ഉപേക്ഷിക്കണം. ചില ആസവങ്ങളെ നമ്മൾ ഇന്ദ്രിയ സംയമനം കൊണ്ട് ജയിക്കണം. ചില ആസവങ്ങളെ നമ്മൾ ഭാവന കൊണ്ട് ജയിക്കണം. അങ്ങനെ പലതരത്തിലാണ് ആസവങ്ങളെ ജയിക്കാനുള്ള വഴി. അതിനെ പറ്റിയിട്ടാണ് ഈ സൂത്രത്തിൽ പറയുന്നത്. ഞാൻ ഇങ്ങനെ കേട്ടു. ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ ജേതവനത്തിൽ താമസിക്കുകയായിരുന്നു. ആ സമയത്ത് ഭഗവാൻ ഭിക്ഷുക്കളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു. ഭിക്ഷുക്കളെ, അഭിവന്ദ്യനായിട്ടുള്ള ഗുരുവേ എന്ന് അവർ പ്രത്യുത്തരം കൊടുത്തു. ബുദ്ധൻ ഇപ്രകാരം പറഞ്ഞു: ഭിക്ഷുക്കളെ, ഞാൻ സബ്ബ ആസവങ്ങളെയും സംവരം ചെയ്യുന്ന കാര്യം ഞാൻ പറയാം. അതായത് സർവ്വ ആസവങ്ങളെയും നിയന്ത്രിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. തീർച്ചയായിട്ടും ഗുരുവേ എന്ന് അവർ പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു: ഭിക്ഷുക്കളെ, ഏതൊരു വ്യക്തി ആസവങ്ങളെ അറിയുന്നുവോ കാണുന്നുവോ, ജാനതോ പസ്സതോ, അവൻ്റെ ആസവങ്ങൾ പൂർണ്ണമായിട്ടും ക്ഷയിക്കുന്നു. എന്നാൽ ആസവങ്ങളെ കാണാത്തവൻ്റെ അല്ലെങ്കിൽ അറിയാത്തവൻ്റെ ആസവങ്ങൾ ഒരിക്കലും ക്ഷയിക്കുന്നില്ല. ആസവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ കളങ്കങ്ങൾ നീക്കാൻ ആദ്യമായിട്ട് നമ്മൾ അതിനെ കാണണം, അതിനെപ്പറ്റി അറിയണം. കാണുകയും അറിയാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും ക്ഷയിക്കില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്താണ് ഒരു ഭിക്ഷു കാണുകയും അറിയുകയും ചെയ്യുന്നത്? അതുമൂലം എങ്ങനെയാണ് ആസവങ്ങൾ ക്ഷയിക്കുന്നത്? യോനീസോ ച മനസീകാരം, അയോനീസോ ച മനസീകാരം. അതായത് വിവേകമുള്ള ശ്രദ്ധ, വിവേകമില്ലാത്ത ശ്രദ്ധ. മനസീകാരം എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ എന്നെല്ലാം പറയാം. യോനീസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള, വിവേകമുള്ള എന്നർത്ഥം. ഭിക്ഷുക്കളെ, അയോനീസോ മനസീകാരോ അല്ലെങ്കിൽ വിവേകമില്ലാത്ത ശ്രദ്ധയിലൂടെ ഉണ്ടാവാത്ത ആസവങ്ങൾ ഉണ്ടാവുകയും ഉണ്ടായ ആസവങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ വിവേകത്തോടുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത ആസവങ്ങൾ ഉണ്ടാവുകയില്ല, ഉള്ളത് നശിക്കുകയും ചെയ്യും. ഇവിടെ വിവേകത്തോടുകൂടി നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശരിയായിട്ടുള്ള ധർമ്മത്തിൽ നോക്കുക എന്നാണ് അർത്ഥം. ഏതൊരു ധർമ്മം വന്നു കഴിഞ്ഞുവോ ആ ധർമ്മത്തിൻ്റെ ശരിയായിട്ടുള്ള സ്വഭാവം എന്നുള്ളത് അനിത്യമാണ്, ദുഃഖമാണ്, അനാത്മമാണ്. ഈ രീതിയിൽ നമ്മൾ അതിനെ അറിഞ്ഞുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതാണ് ശരിയായിട്ടുള്ള അറ്റൻഷൻ അല്ലെങ്കിൽ ശ്രദ്ധ എന്ന് പറയുന്നത്. ഇതറിയാതെ വിവേകമില്ലാത്ത ശ്രദ്ധയാണ് ആസവങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണം. ചില ആസവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇല്ലാതാകുന്നതാണ്. ചില ആസവങ്ങൾ നിയന്ത്രിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതാകുന്നതാണ്, സംവരം. ചില ആസവങ്ങൾ സേവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതാകുന്നതാണ്, പടിസേവന. ചില ആസവങ്ങൾ സഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതാകുന്നതാണ്, അധിവാസന. ചില ആസവങ്ങൾ ഒഴിവാക്കിയാൽ ഇല്ലാതാകുന്നതാണ്, പരിവജ്ജന. ചില ആസവങ്ങൾ ഒഴിവാക്കിയാൽ ഇല്ലാതാകുന്നതാണ്, വിനോദന. ചില ആസവങ്ങൾ ഭാവനയാൽ ഇല്ലാതാകുന്നതാണ്. ഭാവന എന്ന് പറയുന്ന സമയത്ത് വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കുന്നതിനെയാണ് ഭാവന എന്ന് പറയുന്നത്.
അതായത് പലതരത്തിൽ നമ്മൾക്ക് ആസവങ്ങളെ ക്ഷയിപ്പിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി ഏത് ആസവങ്ങളെയാണ് ദർശനത്തിലൂടെ ഇല്ലാതാക്കേണ്ടത് എന്ന് പറയുന്നു. ഭിക്ഷുക്കളെ, ഒരു സാധാരണ പൊതുജനം, അതായത് സാധാരണ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ കാര്യമെടുക്കുക. ആ വ്യക്തി അസുതവ, അതായത് ആര്യന്മാരുടെ അല്ലെങ്കിൽ മുക്തി നേടിയവരുടെ ധർമ്മത്തെപ്പറ്റി കേട്ടിട്ടില്ല, ആര്യന്മാരെ അല്ലെങ്കിൽ മുക്തി നേടിയവരെ കണ്ടിട്ടില്ല, ആര്യന്മാരുടെ ധർമ്മത്തിൽ പ്രാവീണ്യമില്ല, ആര്യന്മാരുടെ ധർമ്മത്തെ അറിഞ്ഞിട്ടില്ല, സത്പുരുഷന്മാരെ ആ വ്യക്തി കണ്ടിട്ടില്ല, സത്പുരുഷന്മാരുടെ ധർമ്മത്തിൽ ആ വ്യക്തി പ്രാവീണ്യം നേടിയിട്ടില്ല, സത്പുരുഷന്മാരുടെ ധർമ്മത്തെ ആ വ്യക്തി അറിഞ്ഞിട്ടില്ല. ഏത് ധർമ്മത്തെ ശ്രദ്ധിക്കണം എന്ന് അവർ അറിയുന്നില്ല, ഏത് കാര്യം ശ്രദ്ധിക്കരുത് എന്ന് അവർ അറിയുന്നില്ല. അതിനാൽ ശ്രദ്ധിക്കരുതാത്ത ധർമ്മത്തിൽ അവർ ശ്രദ്ധ ചെലുത്തുന്നു, ശ്രദ്ധിക്കേണ്ട ധർമ്മത്തിൽ അവർ ശ്രദ്ധ ചെലുത്തുന്നില്ല. ചില ധർമ്മത്തിൽ അവർ ഒരിക്കലും ശ്രദ്ധ ചെലുത്തരുത്, എന്നാൽ അവർ ആ ധർമ്മത്തിൽ ശ്രദ്ധ ചെലുത്തുന്നു. എന്നാൽ ആ ധർമ്മങ്ങളിൽ അവർ ശ്രദ്ധ ചെലുത്തുന്ന സമയത്ത് ഉൽപ്പന്നമാകാത്ത ആസവങ്ങൾ ഉണ്ടാകുകയും ഉള്ള ആസവങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. അത് കാമാസവമാണ്. അതേപോലെ തന്നെ അനുപന്നമായിട്ടുള്ള ഭവാസവം ഉണ്ടാകുകയും ഉള്ള ഭവാസവം വർദ്ധിക്കുകയും ചെയ്യുന്നു. അനുപന്നമായിട്ടുള്ള അവിജ്ജാസവം ഉണ്ടാകുകയും ഉള്ള അവിജ്ജാസവം വർദ്ധിക്കുകയും ചെയ്യും. ഇവിടെ കാമാസവം എന്ന് പറയുന്നത് ഇന്ദ്രിയ സുഖങ്ങൾ, അതിനെയാണ് കാമാസവം എന്ന് പറയുക. 5 നമ്മളുടെ ഇന്ദ്രിയങ്ങളുണ്ട്: കണ്ണ്, മൂക്ക്, നാവ്, ചെവി, സ്പർശം, ഇങ്ങനെയുള്ള 5 ഇന്ദ്രിയങ്ങൾ. ഇതിലൂടെ വരുന്ന കാര്യങ്ങളെ നമ്മൾ ആസ്വദിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് കാമാസവം ഉണ്ടാകുന്നു. ഭവാസവം എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് ഏതെങ്കിലും സ്ഥലത്ത് ജനിക്കണം എന്നുള്ള ആഗ്രഹം തോന്നുന്നു. ഉദാഹരണമായിട്ട് ദേവലോകത്ത് പോകണം, സ്വർഗ്ഗലോകത്ത് പോകണം, ബ്രഹ്മലോകത്ത് പോകണം. ഇതിനെല്ലാം ഭവാസവം എന്ന് പറയുന്നു. അടുത്തത് അവിദ്യാസവം, അതായത് അവിദ്യ, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നമ്മൾക്ക് അറിയുന്നില്ല. ദുഃഖമാണ്, ദുഃഖത്തിൻ്റെ കാരണമുണ്ട്, ദുഃഖത്തെ ഇല്ലാതാക്കാം, ദുഃഖത്തിനെ ഇല്ലാതാക്കാനുള്ള വഴിയുണ്ട് എന്നുള്ള കാരണങ്ങൾ ഒന്നും തന്നെ അറിയുന്നില്ല. അതിനെയാണ് അവിദ്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിദ്യ എന്ന് പറയുന്നത്. ഇതിലേക്കാണ് അവർ ശ്രദ്ധ ചെലുത്തുന്നത്. പക്ഷേ ഒരു കാരണവശാലും ഇതിലേക്ക് ശ്രദ്ധ ചെലുത്തരുത്. അതായത് കാമാസവത്തിലും ഭവാസവത്തിലും അവിദ്യാസവത്തിലും നമ്മൾ ഒരിക്കലും ശ്രദ്ധ ചെലുത്തരുത് എന്നാണ് പറയുന്നത്. എന്നാൽ ചില ധർമ്മത്തിലേക്ക് അവർ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്, പക്ഷേ അവർ ശ്രദ്ധ ചെലുത്തുന്നില്ല. ആ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പന്നമാകാത്ത ആസവങ്ങൾ ഉണ്ടാകുകയില്ല, ഉള്ള ആസവങ്ങൾ ഇല്ലാതാകുകയും ചെയ്യും. അത് ഏതെല്ലാം ആസവമാണ്? കാമാസവം, ഭവാസവം, അവിദ്യാസവം. ഈ ധർമ്മങ്ങളിലാണ് അവർ ശ്രദ്ധ ചെലുത്തേണ്ടത്, പക്ഷേ അവർ അതിൽ ശ്രദ്ധ ചെലുത്തുന്നില്ല. ഏതിൽ ശ്രദ്ധ ചെലുത്തരുതോ അതിൽ അവർ ശ്രദ്ധ ചെലുത്തുന്നു, ഏതിൽ ശ്രദ്ധ കൊടുക്കണമോ അതിൽ അവർ ശ്രദ്ധ കൊടുക്കുന്നില്ല. അതിനാൽ ഉണ്ടാകാത്ത ആസവങ്ങൾ ഉണ്ടാകുകയും ഉണ്ടായത് വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ശരിയല്ലാത്ത രീതിയിൽ അവർ ശ്രദ്ധ ചെലുത്തുന്നത്. അയോനിസോ മനസി കാരോ. ഇനി ശരിയല്ലാത്ത രീതിയിൽ എങ്ങനെയാണ് അവർ ശ്രദ്ധ ചെലുത്തുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അയോനിസോ മനസികാരോ. ഞാൻ ഭൂതത്തിൽ ഉണ്ടായിരുന്നോ? ഞാൻ ഭൂതത്തിൽ ഇല്ലായിരുന്നോ? ഭൂതകാലത്ത് ഞാൻ എന്തായിരുന്നു? ഭൂതകാലത്തിൽ ഞാൻ എങ്ങനെയായിരുന്നു? ഭൂതത്തിൽ ഞാൻ എന്തായിട്ട് പിന്നീട് എന്തായിട്ട് തീർന്നു? ഭാവിയിൽ ഞാൻ ഉണ്ടാകുമോ? ഭാവിയിൽ ഞാൻ ഉണ്ടാകില്ലയോ? ഭാവിയിൽ ഞാൻ എന്താകും? ഭാവിയിൽ ഞാൻ എങ്ങനെയാകും? ഭാവിയിൽ ഞാൻ എന്തായിട്ട് തീരും? അതല്ലെങ്കിൽ വർത്തമാനകാലത്തെപ്പറ്റി തന്നെ അവർക്ക് ഒരു തീർച്ചയുണ്ടാകില്ല. ഞാൻ ഉണ്ടോ? ഞാൻ ഇല്ലയോ? ഞാൻ എന്താണ്? ഞാൻ എങ്ങനെയാണ്?
ഈ പ്രാണികൾ എവിടെ നിന്ന് വന്നു? ഈ പ്രാണികൾ എവിടേക്കാണ് പോകുന്നത്? ഇപ്രകാരം ഒരു വ്യക്തി തൻ്റെ മനസ്സിൽ തെറ്റായിട്ട് ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ താഴെ പറയുന്ന 6 കാര്യങ്ങൾ അവരുടെ മനസ്സിൽ ഉദിക്കുകയും അവർ അതിനെ ശരി എന്ന് ധരിക്കുകയും ചെയ്യും. അതായത് ഇവിടെ പറയുന്നത് ദിഠി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള ദർശനം അവർക്ക് ഉണ്ടാകും. 6 തെറ്റായിട്ടുള്ള ദർശനം ഉണ്ടാകും. ഇവിടെ ആത്മവാദികൾ, അതായത് ഞാൻ ഭൂതകാലത്ത് ഉണ്ടായിരുന്നു, ഭാവിയിലും ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസം, അതേപോലെ തന്നെ നിരീശ്വരവാദികളുടെ വിശ്വാസം, ഞാൻ ഉണ്ടായിരുന്നില്ല, ഭാവിയിലും ഉണ്ടായിട്ടില്ല എന്നുള്ള വിശ്വാസം, അങ്ങനെ എല്ലാ തരത്തിലുള്ള വിശ്വാസത്തെയും ഇവിടെ അപഗ്രഥിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ, അതായത് ഭൂതകാലത്ത് ഞാൻ ഉണ്ടായിരുന്നോ, ഭാവിയിൽ ഞാൻ ഉണ്ടാകുന്നുവോ, ഇപ്പോൾ ഞാൻ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ തെറ്റായിട്ടുള്ള ചില സങ്കല്പങ്ങളിൽ ചെന്ന് ചേരും. അത് 6 വിധത്തിലുള്ള തെറ്റായിട്ടുള്ള സങ്കല്പമാണ് നമ്മൾക്ക് ഉണ്ടാവുക. ദർശനം, തെറ്റായിട്ടുള്ള ദർശനം, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് കാണുന്ന മിക്ക ദർശനങ്ങളും ഇങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ്. ചില ഫിലോസഫർ ഇങ്ങനെ ചിന്തിക്കും, ഞാൻ ഉണ്ടായിരുന്നോ ഇല്ലയോ തുടങ്ങിയ തർക്കവിതർക്കങ്ങളിലൂടെ അവർ ചിന്തിക്കും. അല്ലെങ്കിൽ ഞാൻ ആരാണ് എന്നവർ ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ ചിന്തിച്ച് അവർ ഈ 6 തെറ്റായിട്ടുള്ള ദർശനങ്ങളിലാണ് എത്തുന്നത്. അതിനെ ഓരോന്നായിട്ട് ഇവിടെ വിശകലനം ചെയ്യുകയാണ്. ആ 6 തെറ്റായ നിഗമനങ്ങൾ ഇങ്ങനെയുള്ളതാണ്. എൻ്റെ ആത്മാവ് നിലനിൽക്കുന്നു, ഈ ദർശനം ഉണ്ടാകുന്നു. ഇത് തെറ്റായിട്ടുള്ള ദർശനമാണ്. തെറ്റായിട്ടുള്ള ദർശനത്തെ ദിഠി എന്നാണ് പാലിയിൽ പറയുന്നത്. അതായത് മിഥ്യാദിഠി. 2 തരത്തിലുള്ള ദർശനമുണ്ട്. സമ്മാദിഠി എന്ന് പറയുമ്പോൾ ശരിയായിട്ടുള്ള ദർശനം, ദിഠി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഥ്യാദിഠി, അതായത് മിഥ്യയായിട്ടുള്ള ദർശനം, തെറ്റായിട്ടുള്ള ദർശനം എന്നാണ് അർത്ഥം. ആദ്യത്തെ ദർശനം എന്ന് പറയുന്നത് എൻ്റെ ആത്മാവ് എന്നും നിലനിൽക്കുന്നതാണ്. രണ്ടാമത്തത് എൻ്റെ ആത്മാവ് ഒരിക്കലും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. മൂന്നാമത്തത് എൻ്റെ ആത്മാവിനെ ഞാൻ എൻ്റെ ആത്മാവ് കൊണ്ട് കാണുന്നു അല്ലെങ്കിൽ അറിയുന്നു. നാലാമത്തത് അനാത്മകമായിട്ടുള്ള എന്നിൽ ഞാൻ ആത്മാവിനെ അറിയുന്നു. അഞ്ചാമത്തത് ആത്മാവിനെ ഞാൻ അനാത്മകമായിട്ട് അറിയുന്നു. അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ളൊരു തെറ്റായിട്ടുള്ള ദർശനമുണ്ടാകുന്നു, എന്നിലുള്ള ആത്മാവ് അവനാണ്, സംസാരിക്കുന്നവൻ, അറിയുന്നവൻ, പുണ്യപാപങ്ങളുടെ ഫലം അനുഭവിക്കുന്നവൻ, എല്ലാ ജന്മങ്ങളിലും പുണ്യപാപത്തിൻ്റെ ഫലം അനുഭവിക്കുന്നവൻ അവനാണ്. ഈ ആത്മാവ് നിത്യമാണ്, ശാശ്വതമാണ്, ധ്രുവമാണ്, അവിനാശിയാണ്. ഈ ആത്മാവ് എന്നെന്നും നിലനിൽക്കുന്നു. അതായത് ആത്മവാദികളുടെ ആത്മാവുണ്ട് എന്ന് പറയുന്ന ആ ഒരു ദർശനം, ഇത് തെറ്റായിട്ടുള്ള ദർശനമാണ് എന്നാണ് ബുദ്ധൻ പറയുന്നത്. ഭിക്ഷുക്കളെ, ഇത് മിഥ്യാദൃഷ്ടിയാണ്, മിഥ്യാദർശനത്തിൻ്റെ വനജാലമാണ്, മിഥ്യാദർശനത്തിൻ്റെ മരീചികയാണ്, മിഥ്യാദർശനത്തിൻ്റെ തെറ്റായിട്ടുള്ള ദർശനമാണ്, തെറ്റായിട്ടുള്ള വ്യാഖ്യാനമാണ്, മിഥ്യാദർശനത്തിൻ്റെ ചങ്ങലക്കെട്ടുകളാണ്. സത്യം അറിയാത്ത ഒരു സാധാരണ വ്യക്തി ഇത്തരം മിഥ്യാദർശനങ്ങളാൽ ബന്ധിക്കപ്പെടുന്നു. അത് കാരണം അവൻ ഒരിക്കലും പുനർജന്മം, വാർദ്ധക്യം, മരണം, ദുഃഖം, പരിദേവം, ശോകം ഇവയിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടില്ല. അതായത് ആത്മാവ് ഉണ്ട് എന്ന് പറയുന്ന വ്യക്തിയും ആത്മാവ് ഇല്ല എന്ന് പറയുന്ന നിരീശ്വരവാദിയും രണ്ടുപേരും സത്യം അറിയുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ആ വ്യക്തികൾ ദുഃഖങ്ങളിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് ഞാൻ പറയുന്നു. എന്നാൽ സത്യമറിയുന്ന ഒരു സാധകൻ്റെ കാര്യം എടുക്കാം. ആ വ്യക്തി ആര്യന്മാരെ ദർശിച്ചിട്ടുണ്ട്. ആര്യന്മാർ എന്ന് പറയുന്നത് മുക്തി നേടിയവരാണ്. ആര്യധർമ്മത്തിൽ പ്രാവീണ്യമുള്ളതാണ്, അതായത് ധ്യാനം പരിശീലിച്ചിട്ടുണ്ട്. ആര്യധർമ്മത്തെ ശരിയായിട്ട് അറിയുന്നവരാണ്. സത്പുരുഷന്മാരെ ആ വ്യക്തി ദർശിച്ചിട്ടുണ്ട്. സത്പുരുഷന്മാരുടെ ധർമ്മത്തിൽ ആ വ്യക്തി പ്രാവീണ്യമുള്ളവനാണ്. സത്പുരുഷ ധർമ്മത്തെ ആ വ്യക്തി നല്ലപോലെ അറിയുന്നു.
ഇവിടെ സത്പുരുഷൻ എന്ന് പറയുന്നത് മുക്തി നേടിയ വ്യക്തികളെയാണ്. അവർക്ക് ഏത് കാര്യത്തിലാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും ഏത് കാര്യത്തിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിക്കരുത് എന്നും നല്ലപോലെ അറിയാം. അതായത് മനസീകരണീയ ധമ്മം, അതായത് ഏത് കാര്യത്തിലാണ് നമ്മൾ മനസ്സുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത്, ആ മനസീകാരണീയ ധമ്മ ഏത് കാര്യത്തിലാണ് നമ്മൾ മനസ്സുകൊണ്ട് ശ്രദ്ധിക്കരുതാത്തത് എന്ന് അവർക്ക് നല്ലപോലെ അറിയാം. അതിനാൽ ഏത് കാര്യത്തിൽ ശ്രദ്ധിക്കരുത് അതിൽ അവർ ശ്രദ്ധിക്കുന്നില്ല, ഏത് കാര്യത്തിൽ ശ്രദ്ധിക്കണമോ അവർ അതിൽ ശ്രദ്ധിക്കുന്നു. ഏത് കാര്യങ്ങളിലാണ് അവർ ശ്രദ്ധ ചെലുത്താത്തത് അതിൽ ഒരിക്കലും ശ്രദ്ധ ചെലുത്താനും പാടില്ല. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പന്നമല്ലാത്ത ആസവങ്ങൾ ഉണ്ടാവുകയും ഉള്ള ആസവങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. അതായത് അതിൽ ശ്രദ്ധ ചെലുത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അനുത്പന്നമായിട്ടുള്ള കാമാസവങ്ങൾ ഉണ്ടാകുകയും ഉള്ള കാമാസവങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. ഇവിടെ കാമാസവം എന്ന് പറയുന്നത് 5 ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കുന്ന സുഖത്തെയാണ് ഇവിടെ കാമാസവം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അനുപന്നമായിട്ടുള്ള ഭവാസവം ഉണ്ടാകുകയും ഉള്ള ഭവാസവം വർദ്ധിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഇല്ലാത്ത അവിജ്ഞാസവം ഉണ്ടാകുകയും ഉള്ള അവിജ്ഞാസവം വർദ്ധിക്കുകയും ചെയ്യും. ഇവിടെ ഭവാസവം എന്ന് പറയുന്നത് ഏതെങ്കിലും ഭവത്തിൽ ജനിക്കണമെന്നുള്ള ആഗ്രഹം, സ്വർഗ്ഗലോകത്തിൽ ജനിക്കണം, ബ്രഹ്മലോകത്തിൽ ജനിക്കണം, അങ്ങനെയുള്ള ആഗ്രഹം. അതേപോലെ തന്നെ അവിജ്ഞാസം എന്ന് പറയുന്നത് ഇത് ദുഃഖമാണ്, ഇത് ദുഃഖത്തിന് കാരണമാണ് എന്ന് നമ്മൾക്ക് അറിയുന്നില്ല, അതിനെയാണ് അവിദ്യ എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളിൽ അവർ ഒരിക്കലും ശ്രദ്ധ ചെലുത്തുന്നില്ല, ശ്രദ്ധ ചെലുത്തുകയും ചെയ്യരുത്. എന്നാൽ ചില കാര്യങ്ങളിൽ അവർ ശ്രദ്ധ ചെലുത്തുന്നു, അതിൽ അവർ ശ്രദ്ധ ചെലുത്തുക തന്നെ ചെയ്യുന്നു. ആ കാര്യങ്ങളിൽ അവർ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പന്നമാകാത്ത ആസവങ്ങൾ ഉണ്ടാകുന്നില്ല, ഉള്ള ആസവങ്ങൾ നശിക്കുകയും ചെയ്യുന്നു. അതായത് ഉൽപ്പന്നമല്ലാത്ത കാമാസവം ഉണ്ടാകുന്നില്ല, ഉള്ളത് നശിക്കുകയും ചെയ്യുന്നു. ഉൽപ്പന്നമല്ലാത്ത അവിജ്ഞാസവം ഉണ്ടാകുന്നില്ല, ഉള്ളത് നശിക്കുകയും ചെയ്യുന്നു. ഉൽപ്പന്നമല്ലാത്ത അവിജ്ഞാസവം ഉണ്ടാകുന്നില്ല, ഉള്ളത് നശിക്കുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങളിലാണ് അവർ ശ്രദ്ധ ചെലുത്തുന്നത്, അതിൽ അവർ ശ്രദ്ധിക്കുക തന്നെ വേണം. ഏതിൽ ശ്രദ്ധ ചെലുത്തരുതോ അതിൽ അവർ ശ്രദ്ധ ചെലുത്തുന്നില്ല. അതേപോലെ തന്നെ ഏതിൽ ശ്രദ്ധ വയ്ക്കണമോ അതിൽ അവർ ശ്രദ്ധ വയ്ക്കുന്നു. അതുമൂലം അവരിൽ ഇല്ലാത്ത കാമാസവം ഉണ്ടാകുന്നില്ല, ഉള്ളത് നശിക്കുകയും ചെയ്യുന്നു. അവർ യോനീസോ മനസീകാരോ, അതായത് ശരിയായിട്ടുള്ള രീതിയിൽ ചിന്തനം ചെയ്യുന്നു അല്ലെങ്കിൽ ചിന്ത ചെയ്യുന്നു. ഇത് ദുഃഖമാണ്, ഇത് ദുഃഖത്തിൻ്റെ കാരണമാണ്. അതായത് തനഹ അല്ലെങ്കിൽ തൃഷ്ണയാണ് ദുഃഖത്തിന് കാരണം. ഇത് ദുഃഖത്തിൻ്റെ നിരോധമാണ്, ഇത് ദുഃഖത്തിൻ്റെ നിരോധനത്തിനുള്ള വഴിയാണ്. ഇതിലാണ് ആ വ്യക്തികൾ ശ്രദ്ധ ചെലുത്തുന്നത്. ഇത്തരം വ്യക്തികൾ ആത്മാവുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ചിന്തിക്കുന്നത്. എന്താണ് ദുഃഖം, ദുഃഖത്തിൻ്റെ കാരണം എന്താണ്, അതിൻ്റെ നിവാരണം എന്താണ്, ഇതിൽ മാത്രമാണ് ഈ ശരിയായിട്ടുള്ള വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ ധർമ്മത്തെ അറിയുന്ന, ആര്യധർമ്മത്തെ അറിയുന്ന വിവേകമുള്ള ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. ഈ 4 ആര്യസത്യത്തിൽ മാത്രമാണ്. അവർ ഇങ്ങനെ ശരിയായിട്ടുള്ള രീതിയിൽ ശ്രദ്ധ ചെലുത്തുന്ന സമയത്ത് അവർ 3 സംയോജനങ്ങളെ ഇല്ലാതാക്കുന്നു, അല്ലെങ്കിൽ 3 ചങ്ങലകളെ അവർ ഇല്ലാതാക്കുന്നു. അതേതൊക്കെയാണ്? സക്കായ ദിട്ടി, വിചികിച്ച, ശീലബദ്ധ പരാമംസം. സക്കായ ദിട്ടി എന്ന് പറയുന്നത് ഞാൻ ഒരു ശരീരമാണ് എന്നുള്ള ആ തെറ്റായിട്ടുള്ള ദർശനം. അതേപോലെ തന്നെ വിചികിച്ച എന്ന് പറയുന്നത് സംശയം. ശീലബദ്ധ പരാമംസം എന്ന് പറയുന്നത് ഏതെങ്കിലും ശീലത്തിലൂടെ അല്ലെങ്കിൽ വ്രതത്തിലൂടെ ഞാൻ മുക്തി നേടും എന്നുള്ള മിഥ്യാസങ്കല്പം. ഭിക്ഷുക്കളെ, ഈ ആസവങ്ങളെയാണ് ദർശനത്തിലൂടെ ഇല്ലാതാക്കാൻ ഞാൻ പറയുന്നത്. ഇവിടെ ദർശനം എന്ന് പറയുന്നത് പുറത്തുള്ള ദർശനമല്ല, അകത്തുള്ള ദർശനമാണ് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം. ഈ പറയുന്ന സൂത്രങ്ങളെ 2-3 പ്രാവശ്യം നമ്മൾ കേട്ട് ചെറിയ നോട്ട് തയ്യാറാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ യഥാർത്ഥ അർത്ഥം പിടികിട്ടുകയുള്ളൂ. ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ട് മാത്രം നമ്മൾക്ക് ചിലപ്പോൾ അർത്ഥം മനസ്സിലായില്ല എന്ന് വരും. ഇനി ചില ആസവങ്ങളെ നമ്മൾ സംവരം ചെയ്തുകൊണ്ട്
ഇല്ലാതാക്കണം. സംവരം എന്ന വാക്കിനർത്ഥം സംയമം, അതായത് നമ്മൾ സംയമം പാലിക്കണം. അതായത് ഇന്ദ്രിയങ്ങളെ നമ്മൾ അഴിച്ചുവിടാൻ പാടില്ല, അവ നമ്മളുടെ കൺട്രോളിലായിരിക്കണം. അതിനാണ് സംയമം എന്ന് പറയുന്നത്, സംവരം. ഇനി ഏതൊക്കെ ആസവങ്ങളെയാണ് നമ്മൾക്ക് സംവരത്തിലൂടെ അല്ലെങ്കിൽ സംയമത്തിലൂടെ നമ്മൾക്ക് നഷ്ടമാക്കാൻ കഴിയുക എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ഭിക്ഷു ശരിയായിട്ട് ചിന്തിച്ചുകൊണ്ട് ചക്ഷു ഇന്ദ്രിയത്തെ സംവരം ചെയ്യുന്നു. ചക്കു ഇന്ദ്രിയം എന്ന് പറയുന്നത് കണ്ണ് എന്നുള്ള ഇന്ദ്രിയത്തെ ആ വ്യക്തി സംയമം ചെയ്യുന്നു അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നു. ആ ചക്ഷു ഇന്ദ്രിയത്തെ നിയന്ത്രിക്കാതിരുന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആസവങ്ങൾ നമ്മുടെ മനസ്സിൽ കടന്നു കയറും. എന്നാൽ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ആശ്രവങ്ങൾ കടന്നു കയറുന്നില്ല. അതായത് ഇവിടെ പറയുന്നത് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് ഏത് രൂപം കാണണം, ഏത് രൂപം കാണരുത് എന്ന് നമ്മൾ സ്വയം നിശ്ചയിക്കണം. ചില കാര്യങ്ങൾ നമ്മൾ കാണാൻ പാടില്ല. അതേപോലെ തന്നെ പഞ്ചേന്ദ്രിയങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കാൻ പാടില്ല. അതിനെ നമ്മൾ നിയന്ത്രിക്കണം. അല്ലാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഈ ആസവങ്ങൾ വർദ്ധിക്കും എന്നാണ് പറയുന്നത്. ആദ്യം കണ്ണിൻ്റെ കാര്യം പറഞ്ഞു, ഇനി അടുത്ത ഓരോ ഇന്ദ്രിയങ്ങളുടെ കാര്യമായിട്ടാണ് പറയുന്നത്. ശരിയായിട്ട് ആലോചിച്ചുകൊണ്ട് അവർ സ്വാതേന്ദ്രിയത്തെ സംവരം ചെയ്യുന്നു. അതായത് കാതിനെ അവർ നിയന്ത്രിക്കുന്നു. അതേപോലെ തന്നെ ശരിയായിട്ടുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഘാണേന്ദ്രിയം, അതായത് മൂക്കിനെ അവർ നിയന്ത്രിക്കുന്നു. പിന്നെ ജിഹ്വ അല്ലെങ്കിൽ നാവിനെ അവർ നിയന്ത്രിക്കുന്നു. കായ അല്ലെങ്കിൽ ശരീരത്തെ അവർ നിയന്ത്രിക്കുന്നു. അതേപോലെ തന്നെ മനോന്ദ്രിയത്തെ, അതായത് മനസ്സിനെ അവർ നിയന്ത്രിക്കുന്നു. ഈ മനസ്സിൻ്റെ ഇന്ദ്രിയങ്ങളിൽ നമ്മൾ നിയന്ത്രിക്കാതിരുന്നു കഴിഞ്ഞാൽ അത്തരം ആൾക്കാരിൽ ഉൽപ്പന്നമാകുന്ന ആസവങ്ങൾ നിയന്ത്രിക്കുന്ന വ്യക്തികൾ ഒരിക്കലും ഉണ്ടാകുന്നില്ല. ഇന്ദ്രിയ സംവരം ഇല്ലാത്ത വ്യക്തികളിൽ ഉണ്ടാകുന്ന ആസവങ്ങൾ ഇന്ദ്രിയ സംവരം ചെയ്യുന്ന വ്യക്തികളിൽ ഒരിക്കലും ഉണ്ടാകുന്നില്ല. ഇത്തരം ആസവങ്ങളെ നമ്മൾ സംവരത്താൽ അതായത് സംയമത്താൽ ഇല്ലാതാക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്ന കാര്യത്തിൻ്റെ രത്നചുരുക്കം ഇതാണ്. നമ്മൾ ഏത് ധ്യാനം ചെയ്യുകയാണെങ്കിലും ശരി, നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ എപ്പോഴും നിയന്ത്രിക്കണം. അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ടി വിയിലോ മൊബൈലോ ഒന്നും കാണരുത്. അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കേൾക്കരുത്. ഗന്ധം നമ്മൾ ചെലുത്തുന്ന സമയത്ത് അതിൽ നമ്മൾ ശ്രദ്ധിക്കണം. പഞ്ചേന്ദ്രിയങ്ങളും ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളിലും നമ്മൾ ശ്രദ്ധിക്കണം. ശരിയായിട്ടുള്ള കാര്യമേ കാണാവൂ. ശരിയല്ലാത്ത കാര്യങ്ങൾ നമ്മൾ കാണരുത്, കേൾക്കരുത്, ചിന്തിക്കരുത്, സ്പർശിക്കരുത്. അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളിലും നമ്മൾ സംയമം ചെലുത്തണം. ഇന്ന് ചില സാധകരുണ്ട്, അവർ ധ്യാനിക്കും, പക്ഷേ അതിനുശേഷം അവർ എല്ലാ ഇന്ദ്രിയങ്ങളിൽ കൂടിയും സുഖം അനുഭവിക്കും. ഇത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്, ഇന്ദ്രിയ സംയമനം. അതായത് നമ്മൾ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും നമ്മൾ കാണരുത്. ഇന്ദ്രിയങ്ങളിൽ കൂടി കിട്ടുന്ന സുഖത്തെ തീർത്തും അവഗണിക്കാനാണ് ബുദ്ധൻ പറയുന്നത്. അത് മറ്റു സൂത്രങ്ങളിൽ നിന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ചില ആസവങ്ങളെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാതാക്കാം. അതാണ് പടിസേവനം. അതായത് ചില ആസവങ്ങൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ഒരു ഭിക്ഷുവിൻ്റെ കാര്യമെടുക്കാം. ആ ഭിക്ഷു ശരിയായിട്ട് ചിന്തിച്ചുകൊണ്ടാണ് സ്വന്തം ചീവരം അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ ഉപയോഗം ചെയ്യുന്നത്. ഭിക്ഷു ധരിക്കുന്ന വസ്ത്രത്തെ പാലിയിൽ ചീവരം എന്നാണ് പറയുന്നത്. ആ ഭിക്ഷു വസ്ത്രം ധരിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്: ചൂടിനെയും തണുപ്പിനെയും അകറ്റി നിർത്താനായിക്കൊണ്ട്, ഈച്ചകളെ അകറ്റി നിർത്താനായിക്കൊണ്ട്, കൊതുകുകളെ അകറ്റി നിർത്താനായിക്കൊണ്ട്, ഷഡ്പദങ്ങളെ അകറ്റി നിർത്താനായിക്കൊണ്ട്, കാറ്റിൽ നിന്നും വെയിലിൽ നിന്നും രക്ഷ നേടാനായിക്കൊണ്ട്, ജനനേന്ദ്രിയത്തെ മറയ്ക്കാനായിക്കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വസ്ത്രങ്ങൾ ധരിക്കുന്നത്. അതേപോലെ തന്നെ ശരിയായിട്ട് വിചാരം ചെയ്തുകൊണ്ടാണ് അവർ ഭിക്ഷാന്നം ഭക്ഷിക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നത് രസത്തിനായിട്ടല്ല, രസാസ്വാദത്തിന് ആയിട്ടല്ല, അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ല, ശരീരത്തിൻ്റെ അലങ്കാരത്തിനായിട്ടല്ല, ശരീരത്തിനെ തടിപ്പിക്കാനായിട്ടല്ല, ശരീരത്തിനെ ശോഭിപ്പിക്കാനായിട്ടല്ല, എന്നാൽ ഈ ശരീരത്തെ ധാരണം ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്.
ഈ ശരീരത്തിന് ദോഷം സംഭവിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത്. ആധ്യാത്മിക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. ഇതുമൂലം ഞാൻ പഴയ വേദനകളെ ഇല്ലാതാക്കുകയും പുതിയ വേദനകൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. അങ്ങനെ കളങ്കമില്ലാതെ ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നു. ഈ ഉപദേശം മിക്ക ഭിക്ഷുക്കളും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചൊല്ലാറുണ്ട്. നേവ ദവായ ന മദായ ന മണ്ഡനായ ന വിഭൂഷണായ യാവദേവ ഇമസ്സ കായസ സ്ഥിതിയ യാപനായ. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ തരത്തിൽ അവർ അതിനെപ്പറ്റി ഓർക്കാറുണ്ട്. സാധാരണ വ്യക്തികൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് രുചിക്ക് വേണ്ടി, ശരീരത്തെ തടിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്. അതേപോലെ തന്നെ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ ഫാഷന് വേണ്ടി, സ്വന്തം ശരീര സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി അങ്ങനെയാണ് സാധാരണ ആൾക്കാർ ചെയ്യുന്നത്. അപ്പോൾ അതുമൂലം എന്ത് സംഭവിക്കും? ആശ്രവങ്ങൾ കൂടും. അതാണ് ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ ശരിയായിട്ടുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണ് അവർ ഭവനത്തെ ഉപയോഗിക്കുന്നത്, അതായത് വീടിനെ ഉപയോഗിക്കുന്നത്. സേനാസനം, അവർ ഒരു വീടിനെ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? തണുപ്പിനെയും ചൂടിനെയും അകറ്റി നിർത്താനായിട്ട്. ഈച്ചകളെ, കൊതുകുകളെ, അതേപോലെ തന്നെ കാറ്റിനെയും സൂര്യപ്രകാശത്തെയും അകറ്റി നിർത്താനായിക്കൊണ്ട്, വളരെ കഠിനമായിട്ടുള്ള കാലാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായിക്കൊണ്ട്, ശാന്തിയോടെ ധ്യാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഭവനം ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ യുക്തമായിട്ട് ചിന്തിച്ചുകൊണ്ടാണ് അവർ മരുന്നും അതേപോലെ തന്നെ രോഗിക്കുള്ള മറ്റു സാധനങ്ങളും ഉപയോഗിക്കുന്നത്. അതായത് രോഗികൾക്ക് ചിലർ തേന്, നെയ്യ് തുടങ്ങിയവയെല്ലാം കൊടുക്കും. അതും അവർ ഇപ്രകാരമാണ് ഉപയോഗിക്കുന്നത്. ഞാൻ രോഗവും അതേപോലെ തന്നെ ദുഃഖവും അകറ്റുന്നതിന് വേണ്ടിയും ശരിയായിട്ടുള്ള ആരോഗ്യം ലഭിക്കുന്നതിന് വേണ്ടിയും മാത്രമാണ് ഞാൻ ഈ മരുന്നും അതേപോലെയുള്ള മറ്റു സൗകര്യങ്ങളും ഉപയോഗിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ഇല്ലാതെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ആ ആസവങ്ങൾ ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നില്ല. ഉദാഹരണമായിട്ട് നമ്മൾ വസ്ത്രമില്ലാതെ, അതേപോലെ തന്നെ ഭക്ഷണമില്ലാതെ, അതേപോലെ തന്നെ തുറന്ന സ്ഥലത്ത് നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ നമ്മൾക്ക് പലതരം പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. പക്ഷേ നമ്മൾ ഇതിനെ യഥാവിധി ഉപയോഗിക്കുകയാണെങ്കിൽ ആ വിധ പ്രശ്നങ്ങളൊന്നും നമ്മൾക്ക് നേരിടാതെ നമ്മൾക്ക് സുഖമായിട്ട് ധ്യാനിക്കാൻ കഴിയും. അപ്പോൾ ഉള്ള ആസവങ്ങളെ നമ്മൾക്ക് ഇല്ലാതാക്കാനും കഴിയും. അതാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ട് ചില ആസവങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുന്നത്. എന്നാൽ ഒരു സാധാരണ വ്യക്തി തെറ്റായിട്ടുള്ള രീതിയിലാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. ഉദാഹരണമായിട്ട് ഭവനം കെട്ടുകയാണെങ്കിൽ അത് സ്റ്റാറ്റസിന് വേണ്ടി കെട്ടുന്നു. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് രസത്തിന് വേണ്ടി കഴിക്കുന്നു. വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അത് ആഡംബരത്തിന് വേണ്ടി അവർ ധരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യത്തിനാണ്. മരുന്ന് കഴിക്കുകയാണെങ്കിൽ രോഗം മാറി വീണ്ടും ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാധാരണ വ്യക്തികൾ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ആസവങ്ങളെ കൂട്ടും. എന്നാൽ ശരിയായിട്ടുള്ള രീതിയിൽ ഒരു ഭിക്ഷു ഉപയോഗിക്കുന്ന രീതിയിൽ അവ ഉപയോഗിക്കുകയാണെങ്കിൽ ഉള്ള ആസവങ്ങൾ അല്ലെങ്കിൽ കളങ്കങ്ങൾ ഇല്ലാതാകുകയും ചെയ്യും. അതായത് ആസവങ്ങൾ പൂർണ്ണമായിട്ട് ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് മുക്തി ലഭിക്കുകയുള്ളൂ, മോക്ഷം ലഭിക്കുകയുള്ളൂ. ചില ആസവങ്ങളെ നമ്മൾ സഹിച്ചുകൊണ്ട് വേണം ഇല്ലാതാക്കാൻ. അതിവാസനം. ഏതെല്ലാം ആസവങ്ങളെയാണ് നമ്മൾ സഹിച്ചുകൊണ്ട് ഇല്ലാതാക്കേണ്ടത്? ഒരു ഭിക്ഷുവിനെ പറ്റി ചിന്തിക്കുക. ആ ഭിക്ഷു യഥാർത്ഥ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് തണുപ്പിനെ, ചൂടിനെ സഹിക്കുന്നു, വിശപ്പിനെ, ദാഹത്തിനെ സഹിക്കുന്നു. അതേപോലെ തന്നെ ഈച്ചകൾ വരുന്ന സമയത്ത്, കൊതുക് വരുന്ന സമയത്ത്, കാറ്റ്, സൂര്യപ്രകാശം, ഇഴജന്തുക്കൾ ഇവയെല്ലാം ആ വ്യക്തി സഹിക്കുന്നു. മറ്റുള്ളവർ തെറ്റായിട്ട് കുറ്റപ്പെടുത്തുകയാണെങ്കിലും ആ കുറ്റപ്പെടുത്തലിനെയും ആ വ്യക്തി സഹിക്കുന്നു. അതേപോലെ തന്നെ ശരീരത്തിലുണ്ടാകുന്ന മരണതുല്യമായിട്ടുള്ള വേദന, അതേപോലെ തന്നെ നമ്മൾക്കിഷ്ടമില്ലാത്ത വേദന, ഒട്ടും തന്നെ സുഖമില്ലാത്ത വേദന, വളരെ കഷ്ടദായകമായിട്ടുള്ള വേദന, പെട്ടെന്നുണ്ടാകുന്ന വേദന, തീക്ഷ്ണമായിട്ടുള്ള വേദന, അതിനെല്ലാം ഒരു ഭിക്ഷു സഹിക്കുന്നു. ഈ കാര്യങ്ങൾ സഹിക്കാതെ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ആസവങ്ങൾ ഇത് സഹിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നതല്ല. ഇവ ഇല്ലാതാക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വസ്ത്രം ഉപയോഗിക്കുന്നുണ്ട്,
ഭവനം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും എല്ലാ സമയത്തും നമ്മൾ ഭവനത്തിലായിരിക്കില്ല, നമ്മൾ പുറത്തായിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ചൂട്, കാറ്റ്, തണുപ്പ്, വിശപ്പ്, ദാഹം ഇതെല്ലാം ഉണ്ടാകും. അതുകൂടാതെ രോഗം വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ തീവ്രമായിട്ടുള്ള വേദനകൾ ഉണ്ടാകുകയും ചെയ്യും. ഇതിനെല്ലാം നമ്മൾ സഹിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും നമ്മൾ കരഞ്ഞ് ഇതിനെ ഇല്ലാതാക്കാൻ നമ്മൾ ഓടി നടക്കരുത്. എത്ര തീവ്രമായിട്ടുള്ള ശാരീരിക വേദനകളെയും സഹിക്കാനാണ് ഇവിടെ പറയുന്നത്. സഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കളങ്കങ്ങൾ ഉണ്ടാകുന്നതല്ല. ഈ കാര്യങ്ങളെ സഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പുതിയ ആസവങ്ങൾ ഉണ്ടാകുന്നതല്ല, ഉള്ള ആസവങ്ങൾ ഇല്ലാതാകുകയും ചെയ്യും. ചില ആസവങ്ങളെ നമ്മൾ ഒഴിവാക്കിയാൽ ഇല്ലാതാക്കാം. പരിവർജനം എന്ന് പറയുന്നതിൻ്റെ പാലിയാണ് പരിവർജനം. ഏതൊക്കെ ആസവങ്ങളാണ് പരിവർജനത്തിലൂടെ അല്ലെങ്കിൽ ഒഴിവാക്കലിലൂടെ നിരോധിക്കപ്പെടുന്നത്? ശരിയായിട്ട് ചിന്തിക്കുന്ന ഒരു ഭിക്ഷുവിനെ പറ്റി ആലോചിക്കുക. ആ ഭിക്ഷു ഒരു കാട്ടാനയെ കണ്ടു കഴിഞ്ഞാൽ ഒഴിഞ്ഞു മാറും, ഒരു കാട്ട് കുതിരയെ കണ്ടു കഴിഞ്ഞാൽ ഒഴിഞ്ഞു മാറും, കാട്ടുകാളയെ കണ്ടു കഴിഞ്ഞാൽ ഒഴിഞ്ഞു മാറും, കാട്ടു നായയെ കണ്ടു കഴിഞ്ഞാൽ ഒഴിഞ്ഞു മാറും, മരക്കുറ്റിയെ കണ്ടു കഴിഞ്ഞാൽ ഒഴിഞ്ഞു മാറും, മുള്ളുള്ള പ്രദേശത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറും, ഗർത്തത്തെ കണ്ടു കഴിഞ്ഞാൽ ഒഴിഞ്ഞു മാറും, കൊടുമുടിയെ കണ്ടു കഴിഞ്ഞാൽ ഒഴിഞ്ഞു മാറും, ചതുപ്പ് പ്രദേശത്തെ കണ്ടു കഴിഞ്ഞാൽ ഒഴിഞ്ഞു മാറും, അഴുക്ക് കുളത്തെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒഴിഞ്ഞു മാറും. ശരിയായിട്ട് ചിന്തിച്ചുകൊണ്ട് അവർ ശരിയല്ലാത്ത ഇരിപ്പിടത്തിൽ ഇരിക്കുന്നില്ല, ശരിയല്ലാത്ത ഇടങ്ങളിൽ അവർ ഒരിക്കലും നടക്കുന്നില്ല. അതുകൂടാതെ ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് അവർ എപ്പോഴും ഒഴിഞ്ഞു നിൽക്കും. കല്യാണമിത്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന മറ്റ് തെറ്റായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും അവർ ഒഴിഞ്ഞു നിൽക്കും. അതായത് വിനയത്തിൽ ഏതൊക്കെ നിയമം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം പാലിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങൾ ഒഴിവാക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ഇതുമൂലം ഉണ്ടാകുന്ന ആസവങ്ങൾ ഇത് ഒഴിവാക്കിയാൽ ഒരിക്കലും ഉണ്ടാകുന്നില്ല. ഈ കാര്യങ്ങളെയാണ് നമ്മൾ ഒഴിവാക്കലിലൂടെ ഒഴിവാക്കേണ്ട ആസവങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഒരു ഭിക്ഷു ഒരു കാരണവശാലും തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടിൽ അകപ്പെടരുത്, അത് ഒഴിവാക്കണം. അതേപോലെ തന്നെ കാട്ടിലെ ജീവികളെ ഒഴിവാക്കണം. ചില ആസവങ്ങളെ അകറ്റി നിർത്തുന്നത് കൊണ്ട് നമ്മൾക്ക് ഇല്ലാതാക്കാവുന്നതാണ്. വിനോദന, അതായത് ഇത്തരം ആസവങ്ങളെ നമ്മൾ ഉടൻ തന്നെ ഉപേക്ഷിക്കേണ്ടതുണ്ട്. ബന്ദേ വിമലാരംസിയുടെ 6R എന്ന് പറയുന്ന കാര്യം പ്രത്യേകം ഓർക്കുക. രണ്ടാമത്തെ R എന്ന് പറയുന്നത് റിലീസ്, അതായത് ഉടൻ തന്നെ ഉപേക്ഷിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയായിട്ട് ചിന്തിക്കുന്ന ഒരു ഭിക്ഷു മനസ്സിൽ ഉണ്ടാകുന്ന കാമവിതക്കം അതിനെ ഒരിക്കലും സഹിക്കുന്നില്ല, അതിനെ ഉപേക്ഷിക്കുന്നു. കാമവിതക്കം നാദിവാസേതി പജഹതി, അതായത് മനസ്സിൽ ഏതെങ്കിലും കാമചിന്തകൾ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനെ സഹിക്കുന്നില്ല, ഉടൻ തന്നെ അതിനെ ഒഴിവാക്കുന്നു. ഈ ഒഴിവാക്കലിന് പല ശബ്ദങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. പജഹതി, വിനോദേതി, ബന്തി കരോതി, അനഭാവം ഗമേതി. ഇതെല്ലാം പറയുന്നത് നമ്മുടെ മനസ്സിൽ കാമവിതർക്കം, അതായത് ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ള ആഗ്രഹം ഏത് സമയത്ത് ഉണ്ടാകുകയാണെങ്കിലും ഉടൻ തന്നെ അതിനെ ഉപേക്ഷിക്കണം. അതേപോലെ തന്നെ ഉൽപ്പന്നമായിട്ടുള്ള ദ്വേഷചിന്തകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനെ ഉപേക്ഷിക്കണം. ഉൽപ്പന്നമായിട്ടുള്ള ഹിംസാപരമായിട്ടുള്ള ചിന്തകൾ, അതായത് ദ്വേഷത്തിൻ്റെ മറ്റൊരു രൂപം ഹിംസ, ആ ചിന്തകളെയും നമ്മൾ ഉടൻ തന്നെ ഉപേക്ഷിക്കണം. അതേപോലെ തന്നെ ഉൽപ്പന്നമായിട്ടുള്ള പാപകരങ്ങളായിട്ടുള്ള അകുശല ധർമ്മങ്ങളെ ഉടൻ തന്നെ ആ വ്യക്തി ഉപേക്ഷിക്കണം. അതിനൊരിക്കലും വച്ചിരുത്തരുത്, തള്ളിക്കളയണം, ആ ചിന്തകളെ ഇല്ലാതാക്കണം. ഇവിടെ പറയുന്നത് നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും അകുശല ചിന്തകൾ, ഉദാഹരണം രാഗം, ദ്വേഷം ഇവ വരികയാണെങ്കിൽ അതിനെ നോക്കാനല്ല പറയുന്നത്, ഉടൻ തന്നെ അതിനെ ഉപേക്ഷിക്കാനാണ് പറയുന്നത്. കാരണം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? അതിനെ നമ്മൾ ഫീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അത് വർദ്ധിക്കും. പക്ഷേ നമ്മൾ ഉടൻ തന്നെ അതിനെ ഉപേക്ഷിക്കുക, റിലീസ്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ഉപേക്ഷിക്കാനുള്ള പദങ്ങളാണ് പജഹതി, വിനോദേതി, ബന്തി കരോതി, അനഭാവം ഗമേതി. ഇതെല്ലാം അത്തരം വാക്കുകളാണ്. ഉടൻ തന്നെ അതിനെ ഉപേക്ഷിക്കണം, അതിനൊരിക്കലും വച്ചിരുത്തരുത്. ഏതെങ്കിലും വ്യക്തി ഇത്തരം ചിന്തകളെ വെച്ചിരുത്തുമ്പോൾ ഉണ്ടാകുന്ന ആസവങ്ങൾ ഇവയെ ഉപേക്ഷിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും ഉണ്ടാകുന്നില്ല.
അതിനാൽ ഇനി മുതൽ നിങ്ങളുടെ മനസ്സിൽ കാമമോ ക്രോധമോ ചീത്തയായിട്ടുള്ള മറ്റെന്തെങ്കിലും വിചാരം വരികയോ ചെയ്യുകയാണെങ്കിൽ, അതായത് ധ്യാനിക്കുന്ന സമയത്താണെങ്കിലും ഉടൻ തന്നെ അതിനെ റിലീസ് ചെയ്യുക, ഉടൻ തന്നെ അതിനെ ഉപേക്ഷിക്കണം. ഒരിക്കലും അതിനെ ശ്രദ്ധിക്കരുത്, അതിനെ മനസ്സിൽ ഇരുത്തരുത്. ചില ആസവങ്ങളെ ഭാവന ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഇല്ലാതാക്കാം. അതായത് നമ്മുടെ മനസ്സിനെ വീണ്ടും വീണ്ടും അഭ്യസിച്ചുകൊണ്ട് നമ്മൾക്ക് അതിനെ ഇല്ലാതാക്കാം. അത് ഏതൊക്കെയാണ്? അത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഭിക്ഷു മനസ്സിൽ ശരിയായിട്ടുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് 7 ബോധ്യാംഗങ്ങളെ സ്വന്തം മനസ്സിൽ ഭാവന ചെയ്യുന്ന സമയത്ത്, അതായത് ആദ്യത്തെ ബോധ്യാംഗം സതി അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ്, ഇത് ഭാവന ചെയ്യണം. ശരിയായിട്ടുള്ള വിധത്തിൽ ചിന്തിച്ചുകൊണ്ട് ധമ്മ വിജയ ബോധ്യംഗം ഭാവന ചെയ്യണം. വീര്യ ബോധ്യംഗം ഭാവന ചെയ്യണം. വീര്യം എന്ന് പറയുന്ന സമയത്ത് പ്രയത്നം. ധമ്മ വിജയം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ധർമ്മത്തെ അനാലൈസ് ചെയ്യുക. അതേപോലെ തന്നെ പീതി സംബോധ്യാംഗം, മനസ്സിൽ ആനന്ദമുണ്ടാകുന്ന അവസ്ഥ. പ്രസദ്ധി സംബോധ്യാംഗം, ശരീരത്തിൽ സുഖമുണ്ടാകുന്ന അവസ്ഥ. സമാധി സംബോധ്യംഗം, സമാധി ആ ബോധ്യംഗം. അതേപോലെ തന്നെ ഉപേക്ഷ സംബോധ്യംഗം, ഇക്വാണിമിറ്റി അല്ലെങ്കിൽ സമത എന്ന ബോധ്യംഗം. ഇവയെല്ലാം തന്നെ നമ്മൾ യഥാർത്ഥ രീതിയിൽ അഭ്യസിക്കുകയാണെങ്കിൽ ഈ ഉണ്ടാകുന്ന ആസവങ്ങൾ ഇല്ലാതാകുകയും മുക്തി മോക്ഷം നമ്മൾക്ക് കൈവരുകയും ചെയ്യുന്നു. ബോധ്യംഗങ്ങൾ അഭ്യസിക്കാതിരിക്കുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ആസവങ്ങൾ ഈ ബോധ്യാംഗങ്ങൾ അഭ്യസിക്കുന്ന വ്യക്തിയിൽ ഒരിക്കലും ഉണ്ടാകുന്നില്ല. ഇതിനെയാണ് ഭാവന കൊണ്ട് ഇല്ലാതാക്കുന്ന ആസവങ്ങൾ എന്ന് പറയുന്നത്. ഒരു ഭിക്ഷു കണ്ടുകൊണ്ട് ഏതൊരു ആസവങ്ങളെ ഇല്ലാതാക്കണമോ അതിനെ കണ്ടുകൊണ്ട് ഇല്ലാതാക്കുന്നു, അതായത് ദർശനം ചെയ്തുകൊണ്ട് ഇല്ലാതാക്കുന്നു. ഇന്ദ്രിയ സംവരം ചെയ്തുകൊണ്ട് ഏതൊരു ആസവങ്ങളെ ഇല്ലാതാക്കണമോ ആ ആസവങ്ങളെ ഇന്ദ്രിയ സംവരം കൊണ്ട് ഇല്ലാതാക്കുന്നു. ഒഴിവാക്കിക്കൊണ്ട് ഏതൊരു ആസവങ്ങളെ ഇല്ലാതാക്കണമോ ആ ആസവങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഇല്ലാതാക്കുന്നു. ഉപേക്ഷിച്ചുകൊണ്ട് ഏതൊരു ആസവങ്ങളെ ഇല്ലാതാക്കണമോ ആ ആസവങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഇല്ലാതാക്കുന്നു. സഹിച്ചുകൊണ്ട് ഏതൊരു ആസവങ്ങളെ ഇല്ലാതാക്കണമോ ആ ആസവങ്ങളെ സഹിച്ചുകൊണ്ട് ഇല്ലാതാക്കുന്നു. ഒഴിവാക്കിക്കൊണ്ട് ഏതൊരു ആസവങ്ങളെ ഇല്ലാതാക്കണമോ ആ ആസവങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഇല്ലാതാക്കുന്നു. ഏതൊരു ആസവങ്ങളെ അകറ്റി നിർത്തുന്നത് മൂലം ഇല്ലാതാക്കണമോ ആ ആസവങ്ങളെ അകറ്റി നിർത്തുന്നത് മൂലം ഇല്ലാതാക്കുന്നു. ഭാവന ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അഭ്യസിച്ചുകൊണ്ട് ഏതൊരു ആസവങ്ങളെ ഇല്ലാതാക്കണമോ ആ ആസവങ്ങളെ ഭാവന ചെയ്തുകൊണ്ട് ഇല്ലാതാക്കുന്നു. ഇങ്ങനെയാണ് ഒരു ഭിക്ഷു എല്ലാ ആസവങ്ങളെയും സംയമം ചെയ്തുകൊണ്ട് ജീവിക്കുന്നത്. ആ ഇന്ദ്രിയ സംവരത്തിലൂടെ ആ വ്യക്തി തൃഷ്ണയെ ഇല്ലാതാക്കുന്നു, ബന്ധനങ്ങളെ നശിപ്പിക്കുന്നു, മാനത്തെയും അഭിമാനത്തെയും ശരിയായി അറിഞ്ഞുകൊണ്ട് ദുരിതങ്ങളെ ഇല്ലാതാക്കുന്നു. ഇതാണ് ബുദ്ധൻ പറഞ്ഞത്. ഭിക്ഷുക്കൾ ഇത് കേട്ട് തൃപ്തനായി ഭഗവാന്റെ വചനങ്ങളെ അനുമോദിച്ചു. പലരും പറയാറുണ്ട്, നമ്മുടെ ഉള്ളിൽ വരുന്ന വിചാരങ്ങളെ നമ്മൾ നിരീക്ഷിച്ചാൽ മാത്രം മതി എന്ന് പറയുന്നത്. പക്ഷേ ബുദ്ധൻ പറയുന്നത് അതൊരിക്കലും ചെയ്യരുത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മനസ്സിൽ കാമവിതർക്കം, അതേപോലെ തന്നെ വ്യാപാദം, ഹിംസാചിന്തകൾ ഇതെല്ലാം വരുന്ന സമയത്ത് അതിനെ നിരീക്ഷിക്കരുത്, ഉടൻ തന്നെ അതിനെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ഇത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് പല സാധകരും അവരുടെ സാധനയിൽ മുന്നേറാത്ത കാരണം ഈ വരുന്ന വികാരങ്ങളെ അവർ നോക്കിക്കൊണ്ടിരിക്കും. നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ തീവ്രത വർദ്ധിക്കും. കാരണം അംഗുത്തര നികായിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രാഗത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ശുഭ നിമിത്തം എന്ന് പറയും. അതായത് രാഗത്തിൻ്റെ ആ വസ്തു തന്നെയാണ് രാഗത്തെ ഏറ്റവും കൂടുന്നത്. ദ്വേഷത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വസ്തു എന്ന് പറയുന്നത് പടികാ നിമിത്തം, അതായത് ദ്വേഷത്തിന് കാരണമായിട്ടുള്ള വസ്തു. അത് നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ദ്വേഷം നമ്മുടെ കൂടുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ വരുന്ന കാര്യങ്ങളെ ഉടൻ തന്നെ ഉപേക്ഷിക്കുക. അതാണ്. ചില കാര്യങ്ങളെ നമ്മൾ സഹിക്കണം, ചില കാര്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കണം. ഇന്ദ്രിയ സംയമം ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. പല സാധകരും സ്വന്തം സാധനയിൽ പ്രോഗ്രസ് ആവാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സാധന അവർ ചെയ്യാറുണ്ട്, പക്ഷേ അതിനുശേഷം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അവർ എല്ലാ കാര്യങ്ങളും ആസ്വദിക്കുന്നു. ടി വി കാണുന്നു, മൊബൈൽ കാണുന്നു, അങ്ങനെ ചക്ഷുന്ദ്രിയങ്ങളിലൂടെ അവർ ആ കാമ വിചാരങ്ങളെ ആസ്വദിക്കുന്നു. അതേപോലെ തന്നെ ശ്രോത, അതേപോലെ തന്നെ ഘ്രാണം,
അതേപോലെ തന്നെ നാവിലൂടെ രുചിയുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് അതിൽ ആസ്വദിക്കുന്നു. ഇങ്ങനെ ഇന്ദ്രിയ സുഖങ്ങളിൽ ആസ്വദിക്കുന്ന ഒരു വ്യക്തി ഒരു കാരണവശാലും മുക്തിയിലേക്ക് നീങ്ങുന്നതല്ല. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഭിക്ഷുക്കളോട് പറയുന്ന ഉപദേശമാണ്. സാധാരണ ഒരു ഗൃഹസ്ഥൻ പുണ്യകർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ട് കുറേശ്ശെയായിട്ട് മുക്തനാകാൻ വിഷമമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ തന്നെ മുക്തി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം ചെയ്തിരിക്കണം. പ്രത്യേകിച്ച് ഇന്ദ്രിയ സംവരം, അത് വളരെ പ്രധാനം. അതേപോലെ തന്നെ മനസ്സിൽ വരുന്ന കാര്യങ്ങളെ ഉടൻ തന്നെ നമ്മൾ അകറ്റി നിർത്തുക. അതിന് നമ്മൾ ബന്ദേ വിമലാരംസി പറയുന്ന 6R എന്ന് പറയുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലെറ്റിംഗ് ഗോ, അതായത് നമ്മൾ വന്ന കാര്യങ്ങളെ ഉടൻ തന്നെ ഉപേക്ഷിക്കുക, അത് വളരെ പ്രധാനം. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെറിയ ഒരു നോട്ട് രൂപത്തിൽ നിങ്ങൾ എഴുതി വയ്ക്കുകയാണെങ്കിൽ, ഇനി വരുന്ന സൂത്രങ്ങളിലും ഒരു നോട്ടിൻ്റെ രൂപത്തിൽ നിങ്ങൾ എഴുതി വയ്ക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ഒരു നോട്ടിൽ നിങ്ങൾ എഴുതി വയ്ക്കുകയാണെങ്കിൽ ഈ സൂത്രങ്ങളെല്ലാം കഴിയുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് ഭഗവാൻ ബുദ്ധൻ പറഞ്ഞിട്ടുള്ള ആ ശരിയായിട്ടുള്ള ശിക്ഷണം എന്ത് എന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക. ഇനി നമ്മൾക്ക് അല്പം പുണ്യവിതരണം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വ പ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വ പ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.